പ്രിയപ്പെട്ടവരെ, ദൈവത്തിൻ്റെ കൃപാവരം ഹെർമോണിലെ മഞ്ഞുകണങ്ങൾ പോലെ നമ്മളിലേക്ക് ഒഴുകിയെത്തുന്ന പുലർകാല വിചിന്തനം. ഇന്നത്തെ ഈ പുലർകാല വിചിന്തനത്തിൽ നമ്മൾ ധ്യാനിക്കുവാൻ പോകുന്നത് ഉൽപ്പത്തി പുസ്തകത്തിൽ ഏദൻ തോട്ടം നഷ്ടപ്പെട്ടു പോകുന്ന ആദത്തിൻ്റെയും ഹവ്വയുടെയും ജീവിതത്തെക്കുറിച്ചാണ്. ദൈവം ഏദൻ തോട്ടം സൃഷ്ടിച്ച് അതിൻ്റെ തലവനായി ആദത്തെ ദൈവം സൃഷ്ടിച്ച് അവനെല്ലാം ഏൽപ്പിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നീട് അവൻ്റെ മനസ്സാഗ്രഹിക്കുന്നത് പോലെ അവനിഷ്ടപ്പെട്ട ഒരു ഇണയെയും ദൈവം കൊടുക്കുന്നുണ്ട്. പക്ഷെ ദൈവം ഒന്ന് മാത്രം പറഞ്ഞു, ഞാൻ കൽപ്പിക്കുന്ന വൃക്ഷത്തിൻ്റെ പഴം മാത്രം നീ പറിച്ച് ഭക്ഷിക്കരുത്. പക്ഷെ അവരുടെ ജീവിതം സന്തോഷകരമായി മുൻപോട്ട് പോകുമ്പോൾ ആ ഏദൻ തോട്ടം അവർക്കെല്ലാം നൽകിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് ആ സൗഹൃദത്തിനിടയിലേക്ക് ഒരു പാമ്പ് കയറി വരുന്നത്. പാമ്പുമായി സൗഹൃദത്തിൽ അവർ ഏർപ്പെട്ടു. പിന്നീട് അവരുടെ ജീവിതത്തിൽ സംഭവിക്കുന്നത് നമ്മൾ കണ്ടു. രണ്ടുപേരും തമ്മിൽ പരസ്പരം വഴക്കടിച്ചു. ഒരാൾ മറ്റൊരാളെ തള്ളിപ്പറഞ്ഞു. ദൈവം അവർക്ക് അനുഗ്രഹമായി കരങ്ങളിൽ വെച്ചു കൊടുത്ത ഏദൻ തോട്ടം അവർക്ക് നഷ്ടപ്പെട്ടു പോയി. തീവ്രമായ അലച്ചിലേക്കും ജീവിതത്തിൻ്റെ കണ്ണുനീരിന് നടുവിലേക്കും അവർ തള്ളിയിടപ്പെട്ടു. ഉഗ്രമായ ശിക്ഷാവിധിയിലൂടെ അവരുടെ ജീവിതം നടന്നുപോയി. പ്രിയപ്പെട്ടവരെ, ദൈവം നിങ്ങളുടെ ജീവിതത്തിലേക്ക് നൽകിയിരിക്കുന്ന ഏറ്റവും വലിയ അനുഗ്രഹത്തിൻ്റെ ഏദൻ തോട്ടം നിങ്ങളുടെ കുടുംബമാണ്. ആ കുടുംബത്തെ പരിപാലിക്കുകയും സന്തോഷത്തിൽ മുൻപോട്ട് കൂട്ടിക്കൊണ്ടു പോവുകയും ചെയ്യേണ്ടത് നിങ്ങളുടെ ഉത്തരവാദിത്തമാണ്. പാമ്പ് ഏദൻ തോട്ടത്തിലേക്ക് വന്നതല്ല പ്രശ്നം, ആ പാമ്പുമായി സൗഹൃദത്തിലായതാണ്. ദമ്പതികളുടെ പരിശുദ്ധമായ ബന്ധത്തിന് നടുവിലേക്ക് ഒരു വ്യക്തിയെ നിങ്ങൾ കൂട്ടിക്കൊണ്ടുവരരുത്. നിങ്ങളുടെ ദാമ്പത്യത്തിൻ്റെ പവിത്രതയെ കാത്തു സൂക്ഷിക്കുവാൻ കഴിയാത്ത യാതൊരു ബന്ധങ്ങളുടെയും പിന്നാലെ നിങ്ങൾ പോവുകയും ചെയ്യരുത്. കാരണം അത് നിങ്ങളുടെ ജീവിതത്തെ തകർത്തെറിയും. നിങ്ങളുടെ ഏദൻ തോട്ടം എന്നേക്കുമായി നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോകും. ഈ കാലഘട്ടങ്ങളിൽ ഇന്ന് ഏറ്റവും അധികം വർദ്ധിച്ചു വരുന്നൊരു കാര്യമാണ് ഡിവോഴ്സ്. പരിശുദ്ധമായ ബന്ധം ദൈവത്തിൻ്റെ അരികിൽ വെച്ച് കരങ്ങൾ കൂട്ടിപ്പിടിച്ച് ആരംഭിച്ച ദമ്പതികൾക്ക് അൽത്താരയുടെ മുമ്പിൽ നിന്നാണ് ദാമ്പത്യം ആരംഭിച്ചത്. പിന്നീട് എന്താണ് കുടുംബങ്ങളിൽ സംഭവിച്ചു പോകുന്നത്? പലപ്പോഴും ഈ ഏദൻ തോട്ടത്തിലേക്ക് അർഹിക്കാത്ത, നമ്മൾ അറിയാത്തൊരു അതിഥി കയറി വരും. അതുമായി നമ്മൾ സൗഹൃദത്തിൽ ഏർപ്പെടും. ഒടുവിൽ ജീവിതം നമ്മുടെ കരങ്ങളിൽ നിന്ന് നഷ്ടപ്പെട്ടു പോവുകയും ചെയ്യും. നിങ്ങളുടെ കുടുംബ ബന്ധങ്ങൾക്ക് നടുവിൽ മറ്റൊരാളും കടന്നു വരരുത്. കുടുംബം എന്ന് പറയുന്നത് ദൈവവും മനുഷ്യനും കരങ്ങൾ കോർത്തു പിടിക്കുന്ന അവസ്ഥയ്ക്ക് പറയുന്ന പേരാണ്. ദമ്പതികളുടെ മധ്യേ ദൈവം ഇരിക്കുന്ന അവസ്ഥയ്ക്ക് പറയുന്ന പേരാണ് കുടുംബം. അതിന് പകരമായി മറ്റൊരു വ്യക്തിയെ നിങ്ങൾ ആ ബന്ധത്തിന് നടുവിലേക്ക് ചേർത്ത് പിടിച്ചാൽ നിശ്ചയമായും നിങ്ങളുടെ ഏദൻ തോട്ടം നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയേക്കാം. നിങ്ങൾ വഞ്ചിതരായി പോയേക്കാം. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, മറ്റൊരു ബന്ധത്തിനും കുടുംബ ജീവിതത്തിനിടയിൽ പ്രാധാന്യമില്ല. ഭാര്യയും ഭർത്താവും മക്കളും ദൈവവും അടങ്ങുന്ന ബന്ധമാണ് കുടുംബം. ആ ഏദൻ തോട്ടം പരിശുദ്ധിയോടെ സൂക്ഷിക്കാൻ നമുക്ക് കഴിയണം. ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. ഈശോയെ, ഈ പരിശുദ്ധമായ ജീവിതത്തെ സമർപ്പിക്കുന്നു. കുടുംബ ബന്ധത്തിന് നടുവിൽ അവിടുന്നായിരിക്കണമേ ഞങ്ങൾക്ക് സൗഹൃദമായി വരേണ്ടത്. മറ്റൊന്നിനെയും സൗഹൃദമായി കണക്കാക്കാൻ അവിടുന്ന് ഞങ്ങളെ ഇടയാക്കരുതേ. ആമേൻ.